അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ റമദാനിലെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഓരോ നോമ്പും മനോഹരമായിരിക്കുവാനും കുറ്റമറ്റതായിരിക്കുവാനും പൂർണ്ണമായിരിക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു നോമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ പൂർണ്ണമായ കുറ്റമറ്റ നോമ്പായി സ്വീകരിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ. ഒരടിമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ, ആ നോമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടാൽ അവൻ്റെ മുഖത്തിനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ യാത്രാദൂരം അള്ളാഹു തആല അകറ്റും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ നോമ്പ് കുറ്റമറ്റ നോമ്പായിരിക്കണം. സർവശക്തനായ റബ്ബ് കൽപ്പിച്ചതുപോലെ, അവിടുത്തെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ മനോഹരമായിരിക്കണം നമ്മുടെ നോമ്പ്. ആ നോമ്പിൻ്റെ ഒന്നാമത്തെ നിബന്ധന അതിന് ഒരു കൃത്യമായ നിഷ്കളങ്കമായ നിയ്യത്ത് ഉണ്ടായിരിക്കണം എന്നതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഏതൊരു സൽക്കർമ്മവും അതിൻ്റെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പരിഗണിക്കപ്പെടുക. എന്താണോ അവൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശം അതനുസരിച്ചായിരിക്കും അവന് പ്രതിഫലമുണ്ടാവുക. റമദാനിൻ്റെ നോമ്പിനെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ബി ഈമാനിൻ വഹ്തിസാബിൻ, വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടുമായിരിക്കണം അവൻ്റെ ഓരോ ദിവസത്തെ നോമ്പും. എല്ലാവരും നോൽക്കുമ്പോൾ ഞാനും നോൽക്കുന്നു എന്നതിനപ്പുറം എൻ്റെ നോമ്പ് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്നും എൻ്റെ നോമ്പിന് എൻ്റെ റബ്ബെനിക്ക് വലിയ പ്രതിഫലം നൽകുമെന്നും എൻ്റെ നോമ്പിൻ്റെ ഓരോ തകരാറുകളും വലിയ ശിക്ഷയ്ക്ക് കാരണമാകുമെന്നുമുള്ള ഉറപ്പോടുകൂടിയും വിശ്വാസത്തോടു കൂടിയുമാവണം അവൻ്റെ നോമ്പ് എന്നർത്ഥം. രണ്ടാമത്തേത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കണം. പ്രവാചകൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. അൻ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അസ്സുഹൂറു അഖ്ലത്തുൻ ബറകത്തുൻ ഫലാ തദ്ഉഹു. അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അസ്സുഹൂറു അഖ്ലത്തുൻ ബറകത്തുൻ ഫലാ തദ്ഉഹു. അത്താഴം എന്ന് പറയുന്നത് അനുഗ്രഹീതമായ ഒരു ഭക്ഷണമാണ്. ഒരു കാരണവശാലും നിങ്ങളത് ഉപേക്ഷിക്കരുത്. വലൗ അൻ യജ്റഅ അഹദുകും ജർഅതൻ മിൻ മാഇൻ ഫഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. ഒരിറക്ക് വെള്ളം മാത്രമേ നിങ്ങൾക്ക് വേണ്ടതുള്ളൂ എങ്കിൽ ആ വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അത്താഴം എന്ന കർമ്മം പൂർത്തിയാക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അള്ളാഹുവും അവൻ്റെ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്നാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്നാൽ മലക്കുകൾക്ക് മുമ്പിൽ നമ്മളെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറയുമെന്നാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്നാൽ മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാണ് അതിൻ്റെ ആശയം. നോമ്പിൻ്റെ പകൽ സമയങ്ങളിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതും. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഭാര്യ ഭർത്തൃ ലൈംഗികമായ ബന്ധം, അതുപോലെ തന്നെ മനഃപൂർവ്വം ഛർദ്ദിക്കുക, മനഃപൂർവ്വം സ്ഖലനത്തിന് കാരണമാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അനാവശ്യമായ വാക്കുകൾ, പ്രവൃത്തികൾ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, പാടില്ലാത്ത വാക്കുകൾ, ഇതൊക്കെ നമ്മുടെ നോമ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മല്ലം യദഅ തആമ മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. അനാവശ്യമായ വാക്കുകളും പ്രവൃത്തികളും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവനവൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. സൂക്ഷ്മതയോടുകൂടി ആ നോമ്പിൻ്റെ പകൽ സമയങ്ങളെ നമ്മൾ പൂർത്തിയാക്കുക. അള്ളാഹു കൽപ്പിച്ച ആരാധനകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുക. ഖുർആൻ ഓതാനും അത് പഠിക്കാനും ഉറ്റാലോചിക്കാനും നോമ്പിൻ്റെ പകൽ സമയങ്ങളെ മനോഹരമായി വിനിയോഗിക്കുക. അനാവശ്യമായ വാക്കോ പ്രവൃത്തികളോ ദേഷ്യമുണ്ടാകുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ പരമാവധി വിട്ടുനിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അവസാനമായി
നോമ്പ് തുറക്കുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു കർമ്മമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യസാലുന്നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ആളുകൾ ധൃതി കാണിക്കുന്നിടത്തോളം കാലം അവർ നന്മയിലായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ സമയമായി എന്ന് ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കുക. അതിന് മറ്റൊന്നിനെയും കാത്തു നിൽക്കേണ്ടതില്ല, അതിന് മറ്റാരെയും കാത്തു നിൽക്കേണ്ടതില്ല. നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള, നോമ്പ് അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം ഏറെ പ്രതിഫലാർഹമായ സമയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ആ സമയത്ത് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മളൊരു നോമ്പ് നോൽക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം, ഈ രണ്ട് സന്തോഷങ്ങളും ഒത്തുചേരുന്ന നിമിഷമായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ മുമ്പിലെത്തി നമ്മൾ മനസ്സറിഞ്ഞ്, ഹൃദയം നിറഞ്ഞ്, കണ്ണ് നിറഞ്ഞ് റബ്ബിനോട് നമ്മുടെ പരലോകത്തിനും ദുന്യാവിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. അവസാനമായി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന, ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖ് വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം മാറി, നരമ്പുകളൊക്കെ, നാഡിനരമ്പുകളൊക്കെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ഊർജ്ജസ്വലമായി, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടു. അങ്ങനെ പറയണമെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം. എൻ്റെ നോമ്പിൻ്റെ പകൽ സമയങ്ങളിൽ, എൻ്റെ നോമ്പിൻ്റെ രാത്രികളിൽ വൃത്തികേടുകളൊന്നുമില്ലാത്ത ഏറ്റവും മനോഹരമായ ഒരു നോമ്പ് ഞാൻ നോറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ എൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടിട്ടുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടു കൂടി നോമ്പ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പുകളൊക്കെ ഏറ്റവും മനോഹരമായ നോമ്പുകളാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.